ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കണ്ടോ ഒരു അമ്മയും കുഞ്ഞിന്, ഒരു കുഞ്ഞുണ്ട് കണ്ടോ, ചെറിയൊരു ഫേസ്. നമ്മൾ രാജാവ് അവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര രൂപയാണ്, എങ്ങനെയാണ്, ഉള്ളിലേക്ക് ജീപ്പ് സഫാരി ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ട്രിപ്പ് മറ്റേ ട്രക്കിംഗ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി മരം അല്ലേ. ഫോറസ്റ്റിൻ്റെ വണ്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബസ്സിൽ നമ്മളെ കൊണ്ടുപോകും തോന്നുന്നുണ്ട്, എത്രയോ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ. കൊള്ളാം, നല്ലൊരു വൈബ്, നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മുടെ രാജാവ് പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ജംഗിൾ സഫാരി ഉണ്ട്, നമ്മുടെ മുത്തങ്ങയിലും ബന്ദിപ്പൂരൊക്കെ ഉള്ള പോലെ. ബസ്സിലാണെങ്കിൽ 16 പേര് പോവും. ഒരാൾക്ക് 600 രൂപ വെച്ചിട്ടാണ്. 1.5 മണിക്കൂർ, മൊത്തം 3 മണിക്കൂർ റൈഡ് ഉണ്ട്. അപ്പം ബസ്സിലാണെങ്കിൽ 16 പേര്. ഇപ്പം നമ്മളൊരു 2 പേരുണ്ടെങ്കിൽ 16 പേരാവുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം ബസ്സിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ഈ ഫോറസ്റ്റിൻ്റെ ഒരു ജീപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ഓപ്പൺ ജീപ്പ് കണ്ടോ, ഒരു ഓപ്പൺ ജീപ്പ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ജീപ്പിലാണെന്നുണ്ടെങ്കിൽ 2290 റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനും രാജാവ് കൂടി ഒരു ഫോറസ്റ്റ് റൈഡ് എടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം മുത്തങ്ങയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം സൈലന്റ് വാലി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മൾ ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റാണിത് കണ്ടോ. ജീപ്പ് എന്താണ്, സഫാരി 2 persons KL 50C 9090. അതാണ് നമ്മുടെ രാമനാണ് നമ്മുടെ ഡ്രൈവർ. ഓക്കെ, രണ്ടാൾക്ക് 2290 രൂപയാണ് സംഭവം. എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പം നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ജീപ്പിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് റെസിപ്റ്റ് എല്ലാം എഴുതി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഓൾറെഡി ബസ്സിലേക്കുള്ള ആളുകളായി, അപ്പോൾ നമ്മളും കൂടി ആയാൽ 16 പേരാവും. അപ്പം അങ്ങനെ അതെ ബസ്സിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോൾ പരിപാടിയിൽ ചെറിയ മാറ്റം വന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പൊളിക്കാം, അത്രയേ ഉള്ളൂ. അല്ല, കരിങ്കുരങ്ങനെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇനി അഥവാ കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതല്ല, 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ 2 കരിങ്കുരങ്ങനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. അതാണ്. അപ്പോൾ റൈഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4 മണിക്കൂർ സമയമാണ് റൈഡിന് എടുക്കുന്നത്. നമ്മളെ രാജാവ് ബാക്കിൽ സീറ്റിൽ രാജാവ് ഹാജരായിട്ടുണ്ട്. ശീലമായി, ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ശീലമായി. ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല, ഫ്രണ്ടിലിരുന്ന്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ ഉള്ളിൽ നല്ല ചാട്ടവും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളെ റോഡിലൂടെ പോയിട്ട് നടുവൊരു പരുവായിരിക്കുകയാണ്. അപ്പോൾ ഇനി കാട്ടിലെ റോഡിൽ പോയിട്ട് വെറുതെ വന്നിട്ട് ഒഴിച്ചിലും കാര്യങ്ങളായിട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ പുറത്തെല്ലാവരും കഥയെല്ലാം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. റോഡാണ് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഏകദേശം ഒരു 23 കിലോമീറ്ററാണ് ഇവർ പറയുന്നത്. 23 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ, 23 കിലോമീറ്റർ അപ്പും 23 കിലോമീറ്റർ ഡൗൺ. ഏകദേശം 4 മണിക്കൂർ സമയം എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവരാണ് ഇതിന്റെ ജോലിക്കാർ കംപ്ലീറ്റ്. ഇപ്പോഴത്തെ ഡ്രൈവറുകളും കുറച്ച് പുറത്തുള്ളവരും കൂടിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അടിക്കാടുകൾ മാത്രമേ നമ്മൾ വെട്ടിവിടുന്നുള്ളൂ. മരുന്നടിയും കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്. ആദായമൊക്കെ സൊസൈറ്റി കൊണ്ടുപോകും കേട്ടോ. ഇവിടെ കുറച്ച് കോളനികളുണ്ട്, ഇവിടെ അടുത്ത് കുറച്ച് കോളനികളും അവരൊക്കെയാണ് ഇതിന് ജോലിക്കാർ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ മരങ്ങൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇലകുഴിയും കാടുകളും നമുക്ക് ഇവിടെ പറയാം. അങ്ങനെ ടയറിന് കണക്കാക്കിയിട്ട് അതിൻ്റെ കോൺക്രീറ്റ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചുരമാണ് ശരിക്കും കേട്ടോ. ചുരം കയറി കയറി ഇങ്ങനെ പോകണം. കാട് ഇപ്പോഴത്തെ കാടായിട്ട് വ്യത്യാസം കണ്ടോ. അപ്പൊ അത് നമ്മൾ പറയുന്നത് അവിടെ ഇലവൊഴിയും കാടുകളാണ് കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി വരും. അത്
സൗണ്ട് കീവേഡിന്റെ സൗണ്ടാണ് കേട്ടോ. വേറെ എവിടെയും പോണ്ടേ, അതുകൊണ്ടാണ് ചക്കയാണ് കേട്ടോ, ഒരു കരിഞ്ഞൊരു കുഞ്ഞു ചക്കയാണ്. ഏകദേശം ഒരു ജീവിയുടെ ഒരു ഷേപ്പ് ഉണ്ട്. 200 വർഷങ്ങളോളം പഴക്കമുള്ളൊരു പ്ലാവാണിത്, കാട്ടുപ്ലാവ്. സൈലന്റ് വാലിയുടെ ഉള്ളിൽ, നമ്മുടെ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഈ സംഭവം, പരിപാടികൾ. അടിപൊളി വഴിയാണ് കണ്ടോ, നല്ല നാച്ചുറൽ വഴിയാണ്. നമുക്ക് വഴി തന്നെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ സൈലന്റ് വാലി കാടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ആ ബസ്സിലിപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അടിപൊളിയാണ്. ഇപ്പം ഈ താഴെ കണ്ടോ, ഒരു വണ്ടിയുടെ 2 ടയർ പോകുന്ന രീതിയിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മുതൽ ഇതൊരു ചുരമാണ് ശരിക്കും. ഈ ചുരം ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ സൈലന്റ് വാലി ബസ്സിൽ എല്ലാവരും കയറി. നമ്മൾ ഈ ബാക്കിയുള്ള അതുപോലെ മുത്തങ്ങ 23 കിലോമീറ്റർ അങ്ങോട്ടും ഒരേ ലെവലിലുള്ള കിലോമീറ്റർ ഇങ്ങോട്ടുമായിട്ട് മൊത്തം 46 കിലോമീറ്റർ. പോകുന്നില്ല, പക്ഷേ 4 മണിക്കൂറാണ് നമുക്ക് ഒരു കാടിനുള്ളിലൂടെ കയറി പറഞ്ഞിട്ടുള്ളത്. 20 കിലോമീറ്റർ 23 കിലോമീറ്റർ ഈ ചുരം കയറി നമ്മളിങ്ങനെ പോകും. അതാണ് ഈ സൈലന്റ് വാലി എന്ന് പറയുന്നത്. നല്ല അടിപൊളി, വേറെ ലെവലിട്ടാ. വഴിയിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകത കാണുമ്പോൾ നമ്മുടെ ഡ്രൈവർ അവിടെ നിർത്തിയിട്ട് അതിനെപ്പറ്റി നന്നായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സർവീസായിട്ട് തന്നെ തോന്നുന്നത്. വളരെ നല്ല പെരുമാറ്റമായിരുന്നു, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു അവിടുത്തെ എല്ലാ സ്റ്റാഫും. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രൻസിൻ്റെ അടുത്താണ്. ഒരു ബസ്സിൻ്റെ ടയറിന് കണക്കാക്കിയിട്ട് 2 സൈഡിലും കോൺക്രീറ്റിൻ്റെ ഒരു വഴി വാർത്തെടുത്തിട്ടാണ് സൈലന്റ് വാലിയിലേക്കുള്ള ആ ഒരു വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം ഫെയ്ഡായിട്ടോ, പക്ഷേങ്കിൽ ആ പഴമയുടെ ഒരു ഭംഗിയുണ്ട് ശരിക്കും. അപ്പോൾ ഏകദേശം സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നമ്മളെത്തി. അപ്പം അവർ നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ തിരിച്ചു ചുരമാണ്. അപ്പോൾ എൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മേലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാത്റൂം കാര്യങ്ങൾ, പിന്നെ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടൊരു ചായക്കട എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു യാത്രയിൽ ഒരു മലയണ്ണാനെ മേലെ നമ്മൾ കണ്ടിരിക്കുകയാണ്. സറൗണ്ടിങ്സ് ഒന്ന് കാണാൻ പറ്റും. അത് ഭയങ്കര അടിപൊളിയാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈ വെയിൽ കാര്യങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ എൻഡിൽ. നല്ല വൈബായിരുന്നു. ഉച്ചക്ക് 1 മണിയപ്പോൾ സമയം. ഉള്ളിൽ ഈ പ്ലാവിന് ഏകദേശം 200ഓളം വർഷത്തെ പഴക്കമുണ്ടെന്ന്. മൃഗങ്ങളും കാര്യങ്ങളൊന്നും അത്രയും നമുക്ക് കാണാനും പറ്റില്ല. സിംഹവാലൻ കുരങ്ങ്, അതേപോലെ മലയണ്ണാൻ, പിന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മൾ ബന്ദിപ്പൂർ അല്ലെങ്കിൽ മറ്റേ മുത്തങ്ങ പോലത്തെ വലിയ ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു വൈബായിരുന്നു. പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും ടവറിൻ്റെ മേലേക്കൊന്ന് കയറിയിട്ട് നമുക്ക് നോക്കാം എന്താണ് പരിപാടികളെന്ന്. കണ്ടോ, അവിടെയൊക്കെ 4 ഭാഗത്തും കുന്നുകൾ, മലകൾ, സസ്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ പടി ഇങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. അത്യാവശ്യം നല്ല പടി കയറാനുണ്ട്. ഒരു 4 നില കെട്ടിടത്തിൻ്റെ ആ ഒരു ഉയരം വരുന്നുണ്ട്. ഓക്കെ, നല്ല കുത്തനെയുള്ള പടിയാണ് കേട്ടോ. കണ്ടോ, വേറെ ലെവല്. നല്ല വ്യൂ ആണ്. വ്യൂ നമുക്ക് മേലെ പോയിട്ട് ചെക്ക് ചെയ്യാം. പടികൾ കയറി ഇനി എനിക്ക് തോന്നുന്നു ഇനി ഒരു നിലയും കൂടി കയറാനുണ്ട്. വ്യൂ ഒരു രക്ഷയില്ല. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. എൻ്റെ പൊന്നു, അമേസിങ്. ആഹാ, എന്താ. ഇനിയും നമുക്ക് ഒരു പടിയും കൂടെ കയറാം. താഴേക്ക് നോക്കിയിട്ട് തന്നെ തല ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഉണ്ട് കേട്ടോ. തുരുമ്പെല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട്, ഒരു പേടി. എന്തെന്നാലും കയറാം. ഒരു രക്ഷയില്ല, പൊളി, അടിപൊളി വ്യൂ ഉണ്ട്. താഴെ പുഴ ഒഴുകുന്നുണ്ട്.
പക്ഷെ ഒരു പേടി അത്രയും. ഇത് കുലുങ്ങുന്നുണ്ടോ? ഇതൊക്കെ തുരുമ്പ് പിടിച്ചാണ് അവിടെ ഇവിടെയൊക്കെ. നോക്ക്, വാവ്, അടിപൊളി വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കില്ല. നമ്മൾ കുറേ വ്യൂ ഒക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്തൊരു വ്യൂ ആട്ടോ. അത് കാരണം പറയാം, എനിക്ക് തലറങ്ങണ പോലെ. ഞാൻ ഇവിടെ ഇത്രയും സേഫാണ് ഇവിടെ. ഞാൻ അറ്റത്തൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ നടക്കുമ്പോൾ ഇങ്ങനെ വേച്ച് നടക്കണം പേടിച്ചിട്ട്. അങ്ങോട്ട് പോകാനുള്ള ധൈര്യമില്ല, സത്യം പറയാലോ. അറ്റത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. എന്നിരുന്നാലും ഞാൻ ശ്രമിക്കാം താഴേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി. നോക്ക്, താഴെ മൊത്തം പറങ്കി മാങ്ങൻ്റെ കശുവണ്ടി, അത് ഇത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. രാജാവൊക്കെ സൂപ്പറായിട്ട് ചാരി നിൽക്കുന്നുണ്ട്. കപ്പലിൻ്റെ എന്തോ ലൈറ്റിൻ്റെ മേലൊക്കെ കയറി പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കയ്യും കാലും വരയ്ക്കുന്നു സത്യം പറഞ്ഞാൽ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അത് ഇവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. നോക്ക്, പുഴ അടിയിലെവിടെ പുഴ ഒഴുകുന്നുണ്ടോ? പുഴ അതിൻ്റെ മോനെ, ഒരു രക്ഷയില്ല. പ്രകൃതിയുടെ ഒരു ആറാട്ട് എന്ന് തന്നെ പറയാം. അടിപൊളി. കണ്ടോ, സൈലന്റ് വാലിയുടെ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ ആണിത്. വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ മേലൊരു, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മേലെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. വാവ്, ഇത് കണ്ടോ, മലനിരകൾ ഇങ്ങനെ പടർന്ന് കിടക്കണ്. താഴെ കണ്ടോ പുഴ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ താഴെ അടിപൊളി. ആഹാ, സൂപ്പർ സൂപ്പർ, അടിപൊളി. നിങ്ങൾക്ക് ഒരു റൗണ്ട് കൂടി. ആടാ, ഞാനും വരുന്നു. നമ്മളെ രാജാവ് വിളിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്ക്രൂ ഇതൊക്കെ കാണുമ്പോഴൊരു പേടി, ബട്ട് സേഫാണ് കേട്ടോ. രാജാവൊക്കെ മറ്റേ വെട്ടുകിളി പോണ പോലത്തെ സ്പീഡിൽ. ഞാനാണ് സ്റ്റക്കായിരിക്കുക സത്യം പറഞ്ഞ. ഒരു നല്ല പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. നമ്മൾ മറ്റേ കോവളം ലൈറ്റ് ഹൗസിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പേടി. സൈലന്റ് വാലിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവർ മെയിൻറ്റെയിൻ ചെയ്യണ ഈ ഒരു വൃത്തിയും വെടിപ്പും. ഇവിടെ ഒരു പഴത്തൊലി പോലും ഇടാൻ പാടില്ല, അത്രയ്ക്കും ഇവർ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. മരങ്ങളും പൂവുകളും നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ താഴേക്ക്, ഇതിൻ്റെ താഴേക്കായിട്ടൊരു കോഫി ഷോപ്പുണ്ട്, പിന്നെ അതേപോലെ റിഫ്രഷ്മെൻ്റ് ഏരിയ ഉണ്ട്. അവിടെയൊക്കെ നടന്നു പോണത്. പക്ഷെ ആ നടക്കണ വഴികളിലൊക്കെ ഈ ബുഷ് അത്ര ഭംഗിയായിട്ടാണ് അത് വെട്ടി ഒതുക്കി നമുക്ക് ഒരു പാത ഒരുക്കിയിരിക്കുന്നത് അല്ലേ. നല്ല വളരെ രക്ഷയില്ലാത്ത നന്നായിട്ട് അവർ ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോയുടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട്, ഇപ്പോൾ പുലിയുടെയും അതേപോലെയുള്ള ഇവിടെയുള്ള വൈൽഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതേപോലെ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞ് വാച്ച് ടവർ കണ്ടതിന് ശേഷം, മ്യൂസിയം കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടീ ഷോപ്പോ അങ്ങനെ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പം കണ്ടോ, അപ്പോൾ ടീ ഷോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. കണ്ടോ, നമ്മുടെ രാജാവ് അതാ നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാവ് വിചാരിച്ച് എന്നെ പുലി പിടിച്ചിരുന്നു. ഞാൻ അവിടെ കുറച്ച് പൂവിൻ്റെ മരങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ഷോട്ട് എടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. നല്ല അടിപൊളി പ്ലേസ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചായക്കട. നമ്മുടെ നാട്ടിലെ ഒരു ഓഡിറ്റോറിയം പോലെ ഉണ്ട്. സൂപ്പറാണ്. പിന്നെ കണ്ടോ, സറൗണ്ടിങ്സ് എല്ലാം ഇതേപോലെ ഓരോരോ മരങ്ങൾ. പറഞ്ഞോ. ഓ, ആനക്ക് മോശമാവും ഞാൻ ഇറങ്ങിയാൽ. അപ്പം എന്താ, ഇവിടെ ഒരു മറ്റേ കിടങ്ങ് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ആന ഇങ്ങോട്ട് പാസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച കിടങ്ങാണിത്. അപ്പോൾ നമ്മൾ സൈലന്റ് വാലിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരാളെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. സിംഹവാലൻ കുരങ്ങാണ് ഇരിക്കുന്നത്. ഓ
ഹിയർ ഇവിടെ ഉണ്ട് അടിപൊളി. നമ്മളെ തന്നെ നോക്കി നിൽക്കണേ, കണ്ടോ? നൈസ്. ഒരു ഫാമിലി ആയിട്ട് തന്നെ ഉണ്ട് ഇവര്, കണ്ടോ? അടിപൊളി. സൈലന്റ് വാലി പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫേസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ഒരു അമ്മയും കുഞ്ഞിന്, ഒരു കുഞ്ഞുണ്ട്, കണ്ടോ? ചെറിയൊരു ഫേസ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അത്. കണ്ടോ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ നമ്മുടെ സൈലന്റ് വാലി, നമ്മളെ ട്രിപ്പ് ഉള്ളിലേക്കുള്ള ജംഗിൾ സഫാരി കഴിഞ്ഞതാ, എത്തിയിട്ടേ ഉള്ളൂ. സൈലന്റ് വാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇപ്പം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സംഗതി തന്നെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ മൃഗങ്ങളോ ഇവരാരും കണ്ടെന്ന് വരില്ല, കുറച്ച് സിംഹവാലം, കുരുങ്ങും, പിന്നെ അതേപോലത്തെ ടീംസൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്, അത് ഒരു രക്ഷയില്ലാത്ത വഴിയാണ്, പൊള്ളി വഴിയാണ്. കുറച്ചൊരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇത്രയും നല്ല സൂപ്പറായിട്ട് എന്താ പറയുക നമുക്ക് കാണാൻ കഴിഞ്ഞ്, നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചായിരുന്നു, കാരണം ഞാൻ പിന്നെ മുത്തങ്ങയിലും അവിടെയൊക്കെ പോയപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ആവുമല്ലോ ഇത്, പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ രാജാവിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഓക്കെ പറഞ്ഞ് നമ്മൾ കയറിപ്പോയതാണ്. പക്ഷേ അതൊരു നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇവിടുന്ന് മണ്ണാർക്കാട് നിന്ന് അകളിയിൽ നിന്ന് പിന്നെ മുള്ളി വഴി മഞ്ചൂർ വഴി ഊട്ടിയിലേക്ക് പോകണമെന്നായിരുന്നു. ഡിഫറെൻറ്റ് വഴിയായിരുന്നു, നല്ല സൂപ്പർ വഴിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് അവിടെ ഇപ്പം ബൈക്ക് പോലും കടത്തി വിടുന്നില്ല ആ വഴിയിലൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വഴി പോകാം. ഇല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബി കുറച്ച് റിസ്ക്കാണ്, കാരണം ഇപ്പോൾ സമയം 3:30 ആയി. അപ്പോൾ ആ പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു റൂട്ടിലൂടെ ഒരു പുഴ കടന്നിട്ട് വേണം പോകാൻ വേണ്ടി, ബൈക്കിലൂടെ ആ തോട് വഴി അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയണത്. അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം.